അതിനുശേഷം വരുന്ന പോസ്റ്റുകളും അത് കാരണം ഉണ്ടാകുന്ന എന്താണെങ്കിലും അതിന് താൻ ഉത്തരവാദിയല്ല. കാരണം താൻ എന്തായാലും മരിക്കുന്നു, എന്ത് സംഭവിച്ചാലും അതിന് തന്നെ ബാധിക്കുന്ന കേസുമല്ല. പുള്ളിക്കാരൻ മരിക്കുന്നു എന്നും പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അനന്ത് ഒരു മൈക്രോസോഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് എന്താ കണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഒരു സൂയിസൈഡ് നോട്ടാണ് ഈ ഇടയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനം. പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യാനുണ്ടാവുന്ന കാരണം പുള്ളിക്കാരൻ OCD ആണ്. പുള്ളിക്കാരൻ ഒരു OCD പേഷ്യൻ്റ് ആണ്. ഡിപ്രഷൻ ഉണ്ട്, ഒരുപാട് മെന്റൽ പ്രോബ്ലംസ് ഉള്ള പുള്ളിയാണ്. OCD എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതാണ് സാധനം. അതായത് ഈ OCD ഉള്ള പേഷ്യൻസിന്, OCD ബാധിതമായിട്ടുള്ള ഒരാൾക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ചുമ്മാ ഇന്റൻഷനലി പേടി ഉണ്ടാവാറുണ്ട്. അതുമൂലം പാനിക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. കാരണം OCD ഉള്ള ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ തന്നെ പുള്ളി OCD പേഷ്യൻ്റ് ആണ്. പുള്ളി അതിനെടുക്കുന്ന മരുന്നും കാര്യങ്ങളും എല്ലാം പുള്ളി എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മരുന്നും കാര്യങ്ങളും ഞാൻ കാണിക്കാൻ എൻ്റെ പേര് ഉൾപ്പെടെ പറയാമെന്ന് വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ആ വീഡിയോ ഇറങ്ങിയില്ല, എന്തോ പുള്ളി അത് പോസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ OCD ഉള്ള പേഷ്യൻസ് പൊതുവെ പാനിക് അറ്റാക്സും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്, OCD എന്ന് പറയുന്ന സാധനം. അപ്പോൾ പുള്ളിക്കാരൻ്റെ OCD പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളിയുടെ ലൈഫിലുണ്ടായ കുഞ്ഞുനാളിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി OCD പേഷ്യൻ്റ് ആവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പുള്ളി പറയുന്നത്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 വയസ്സുണ്ടായിരുന്ന സമയത്ത് പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി പുള്ളിയെ റേപ്പ് ചെയ്യുമായിരുന്നു. മെയിൽ പേഴ്സൺ റേപ്പ് ചെയ്യുമായിരുന്നു. ആ റേപ്പ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ പേര് പുള്ളി ആ നോട്ടിൽ പറയുന്നുണ്ട്, NMO അങ്ങനെ എന്തോ ആണ്. പിന്നെ ഈ മരിച്ച വ്യക്തി അയാള് ഈ RSSന്റെ ശാഖയിലൊക്കെ പോകുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരൻ RSSന്റെ ശാഖയെ കൊണ്ട് ചേർത്തു. അവിടെയും ഈ RSSന്റെ ശാഖയിലും ക്യാമ്പിലും വെച്ചിട്ട് ഒരുപാട് പേര് പുള്ളിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്, മെന്റലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ അവരുടെ RSSകാരുടെ ദണ്ടൊക്കെ ഉപയോഗിച്ച് പുള്ളിയെ മർദ്ദിച്ചിരുന്നു. അവരും ഒരുപാട് പേര് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ അവരുടെ ആൾക്കാരുടെ ഒന്നും പേര് പുള്ളിക്ക് അറിയത്തില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. പുള്ളി അതിൽ എടുത്ത് പുള്ളിയുടെ നോട്ടിൽ പറയുന്നുണ്ട്, പുള്ളി എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും പുള്ളിയുടെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്. പുള്ളിയെ ആകെ സ്നേഹിച്ചിരുന്നത് മനസ്സിലാക്കുന്ന പുള്ളിയുടെ സഹോദരിയും അമ്മയും മാത്രമാണ്. അപ്പൊ പുള്ളിയുടെ ലൈഫ് എടുക്കുന്നതിൽ ആദ്യം അവരോട് തന്നെയാണ് ക്ഷമ ചോദിക്കുന്നത്, അവരോടല്ലാതെ മറ്റാരോടും പുള്ളി കടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആ നോട്ടിൽ എഴുതിയേക്കുന്നത്.